ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രത്തിന്റെ കേരള ആഗോള കളക്ഷന്റെ റിപ്പോർട്ടാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ ലാലേട്ടന്റെ ചിത്രത്തിൽ മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ. എമ്പുരാന്റെ ആദ്യ ഷോ തുടങ്ങുന്നതിന് മുന്നേ അഡ്വാൻസിലൂടെ മാത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി രൂപയായിരുന്നു തമ്പുരാൻ സിനിമയിലെ ഫ്രീ സെയിൽസ് ബുക്കിംഗ് ആയി വന്നത്. ഫൈനൽ കളക്ഷൻ നിന്ന് മാത്രം ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള പ്രീ സെയിലാണ്. റെസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ പ്രീ സെയിൽ, ആഗോള പ്രീ സെയിൽ, കേരള പ്രീ സെയിൽ, അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ നേടിയ ചിത്രമായിരുന്നു എമ്പുരാൻ. ഫൈനൽ ഫസ്റ്റ് ഡേ ഫ്രീ സെയിൽ കണക്ഷൻ ഇന്നലെ പുറത്തുവിട്ടപ്പോൾ 12 കോടി 40 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. ഇന്നിതാ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന കണക്കിൽ പ്രകാരം ഇതുവരെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 20,673 ഷോ വരെയാണ്. ഓഡിയൻസ് ആയിട്ട് ട്രാക്ക് ചെയ്തിരിക്കുന്നത് 57,945 പേരാണ്. അങ്ങനെ ഒരു വമ്പം കുതിച്ചുചാട്ടമാണ് എമ്പുരാൻ ചിത്രം മലയാളക്കരയ്ക്ക് നേടിത്തന്നിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം 25 കോടി സ്വന്തമാക്കി എമ്പുരാൻ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എമ്പുരാന്റെ ആദ്യ കളക്ഷൻ എത്രയായിരിക്കും? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എമ്പുരാൻ ചിത്രം പുഷ്പ 2 റെക്കോർഡ് അതിവേഗം മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എമ്പുരാന്റെ ചിത്രം ലാലേട്ടന്റെ തിരിച്ചുവരവാണ്. തിരിച്ചുവരവെന്ന് വെച്ചാൽ മാസായിട്ടാണ് നമ്മുടെ ലാലേട്ടന്റെ തിരിച്ചുവരവ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ എമ്പുരാന്റെ ടിക്കറ്റും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. പിന്നെ ഒരു കാര്യം, ഞാനിപ്പം ദുബായിലാണ്. ദുബായ് ഞാൻ 3 ഷോ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ 3 ഷോയും ഓൺലൈനിൽ അവൈലബിൾ അല്ല. കാരണം 5 ദിവസത്തേക്ക് ഓൾറെഡി ബുക്കിംഗ് ആണ് എമ്പുരാൻ ചിത്രം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ന്യൂസിലൂടെ കണ്ടാണ്, എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. 2 ദിവസത്തേക്ക് ഒരു കോളേജ് പൂർണ്ണമായി അടച്ചിട്ടേക്കുമായിരുന്നു. കാര്യം വെച്ചാൽ അവിടുത്തെ കുട്ടികൾക്ക് എമ്പുരാൻ ചിത്രം കാണുന്നതിന് വേണ്ടിയാണ്, നെക്സ്റ്റ് ഡേ ടീച്ചർമാർക്കും. അങ്ങനെ 2 ദിവസത്തേക്കാണ് കോളേജ് അടച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം കോളേജ് അവധി കൊടുത്തിരുന്നു. ഇത് ഓൺലൈൻ കണ്ട ന്യൂസാണ്. അങ്ങനെ പല ഓഫീസുകൾക്കും അവധി കൊടുത്തിട്ടുണ്ട് എമ്പുരാൻ ചിത്രം കാണുന്നതിന് വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ കുവൈറ്റ് റിലീസ് ഉണ്ട്, അവിടെയും ടിക്കറ്റ് അവൈലബിൾ അല്ല. ദുബായിൽ അവൈലബിൾ അല്ല, അബുദാബി അവൈലബിൾ അല്ല. ഓൾറെഡി മിക്ക സ്ഥലങ്ങളും എമ്പുരാന്റെ 4-5 ദിവസത്തേക്ക് ഓൾറെഡി മുൻകൂട്ടി ബുക്കിംഗ് ആയി കഴിഞ്ഞു. എനിക്കൊന്നും പുലിമുരുക്ക് ശേഷം മലയാള ചിത്രത്തിലെ ഏറ്റവും ബ്രഹ്മാണ്ഡ ചിത്രമാണെന്ന് തോന്നുന്നു ഈ എമ്പുരാൻ. പക്ഷെ ഇത്രയും കളക്ഷൻ ഒരു ചിത്രത്തിൽ മലയാളത്തിന് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും എമ്പുരാന്റെ റിലീസിനെ കുറിച്ചുള്ള പ്ലാനുകളുണ്ടെങ്കിലും ഇപ്പോഴും 1-2 സ്റ്റേറ്റ്, തമിഴ്നാട്, അതുപോലെ ആന്ധ്രാപ്രദേശിലൊക്കെ എമ്പുരാൻ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുഷ്പ 2 തകർക്കുമെന്നാണ് പറയുന്നത്. തകർക്കപ്പെടട്ടെ ലാലേട്ടൻ. അതുപോലെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം വെച്ചാൽ എത്ര വർഷങ്ങൾ കൂടിയാണ് ഇതുപോലത്തൊരു നല്ല ബ്രഹ്മാണ്ഡ ചിത്രം നമുക്ക് വേണ്ടി മലയാളികൾക്ക് സ്വന്തമായി കിട്ടിയത്. പൊതുവെ മലയാളം പടം തടഞ്ഞിട്ടേക്കാണല്ലോ. പക്ഷെ ഈ ലാലേട്ടന്റെ തിരിച്ചു വരവ് അടിസക്കെ. ഇനി ഇതുപോലത്തെ നല്ല നല്ല ഫിലിമുകളും ഒക്കെ മലയാളക്കരക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങളെ പോലുള്ളവർ പ്രാർത്ഥിക്കുന്നു. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. ഇനി മറ്റൊരു ചിത്രത്തിന്റെ ഇതുപോലെ മാസ് ചിത്രം ഉണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ ചെയ്യാൻ വരുന്നതാണ്. ഓക്കെ, അപ്പം ബൈ ബൈ.